ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുണിക്സ് SVR4 പ്രോസസ് മാനേജ്മെൻ്റ് ആണ്. യുണിക്സ് സിസ്റ്റം മേക്ക് യൂസ് ഓഫ് സിമ്പിൾ ബട്ട് പവർഫുൾ പ്രോസസ് ഫെസിലിറ്റി ദാറ്റ് ഈസ് ഹൈലി വിസിബിൾ ടു ദി യൂസർ. നമുക്കറിയാം യുണിക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അതേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ് ഫെസിലിറ്റീസ് നമ്മളുടെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. യുണിക്സ് രണ്ട് രീതിയിലാണ് പ്രോസസ്സുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് സിസ്റ്റം പ്രോസസ്സാണ്, പിന്നെ ഒന്ന് യൂസർ പ്രോസസ്സാണ്. സിസ്റ്റം പ്രോസസ് റൺ ഇൻ കേർണൽ മോഡ് ആൻഡ് എക്സിക്യൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് ടു പെർഫോം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഹൗസ് കീപ്പിംഗ് ഫംഗ്ഷൻസ് സച്ച് ആസ് അലോക്കേഷൻ, പ്രോസസ് സ്വാപ്പിംഗ്. ഇതിനകത്ത് സിസ്റ്റം പ്രോസസ്സർ റൺ ചെയ്യുന്നത് കേർണൽ മോഡിലായിരിക്കും. അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേർണൽ മോഡിൽ റൺ ചെയ്യുന്നത്. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ, അതേപോലെ ഹൗസ് കീപ്പിംഗ് ഫംഗ്ഷൻസ്, അതായത് മെമ്മറി അലോക്കേഷൻ, പ്രോസസ് സ്വാപ്പിംഗ്, ഇത്തരം ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ഈ കേർണൽ മോഡിലായിരിക്കും. യൂസർ പ്രോസസ് ഓപ്പറേറ്റ് ഇൻ യൂസർ മോഡ് ടു എക്സിക്യൂട്ട് യൂസർ പ്രോഗ്രാംസ് ആൻഡ് യൂട്ടിലിറ്റീസ് ആൻഡ് ഇൻ കേർണൽ മോഡ് ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ബിലോങ് ടു കേർണൽ. എന്നാൽ യൂസർ പ്രോസസ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് യൂസർ മോഡിലാണ്. അതിന് യൂസർ പ്രോഗ്രാംസും യൂട്ടിലിറ്റീസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസർ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് കേർണൽ മോഡിലും ഓപ്പറേറ്റ് ചെയ്യും. എപ്പോഴാണ് കേർണൽ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുക? കേർണലിൻ്റെ ബിലോങ്സിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസർ പ്രോസസ്സ് കേർണൽ മോഡിലും എക്സിക്യൂട്ട് ചെയ്യും. ഈ യൂസർ പ്രോസസ്സ് എൻ്റർ ടു കേർണൽ മോഡ് ബൈ ഇഷ്യൂയിങ് എ സിസ്റ്റം കോൾ ഓർ എക്സെപ്ഷൻ ജനറേറ്റഡ് ഓർ ഇൻറ്ററപ്റ്റ് ഒക്കേഴ്സ്. ഒന്നുകിൽ യൂസർ പ്രോസസ്സ് കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആവുന്നത് അല്ലെങ്കിൽ എൻ്റർ ആവുന്നത് ഒന്നുകിൽ സിസ്റ്റം കോൾ കാരണമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻറ്ററപ്ഷൻ വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആവുന്നത്. ഇനി നമ്മളുടെ യുണിക്സ് SVR4ലുള്ള പ്രോസസ് സ്റ്റേറ്റ്സ് എത്രയാണ്, ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. എ ടോട്ടൽ ഓഫ് 9 പ്രോസസ് സ്റ്റേറ്റ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ദ യുണിക്സ് SVR4 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിനകത്ത് 9 പ്രോസസ് സ്റ്റേറ്റ്സുകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് 2 സ്ലീപ്പിംഗ് സ്റ്റേറ്റ്സും 2 റെഡി സ്റ്റേറ്റ്സും ഒക്കെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ 9 വരുന്നത്. നമ്മൾ മുന്നേക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ 5 ഒക്കെ ആയിരുന്നില്ലേ. യുണിക്സ് എംപ്ലോയ് 2 റണ്ണിങ് സ്റ്റേറ്റ്സ് ടു ഇൻഡിക്കേറ്റ് വെദർ ദ പ്രോസസ് എക്സിക്യൂട്ടിംഗ് യൂസർ മോഡ് ഓർ കേർണൽ മോഡ്. 2 റണ്ണിങ് സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. അത് ഒന്നെങ്കിൽ യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കേർണൽ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ്. അതേപോലെ ഡിസ്റ്റിങ്ഷൻ വരുന്ന 2 സ്റ്റേറ്റ്സ് ആണ് റെഡി ടു റൺ ഇൻ മെമ്മറി ആൻഡ് പ്രിയംഷൻ. ഈ 2 കേസിലും ചെറിയ ഡിസ്റ്റിങ്ഷൻ വരുന്നുണ്ട്. These are essentially the same state as indicated by the dotted line joining them. അവിടെ ഒരു ഫിഗറിൽ ഡോട്ടഡ് ആയിട്ടാണ് അവരെ ജോയിൻ ചെയ്തിട്ടുള്ളത്. റെഡി ടു റൺ ഇൻ മെമ്മറിയും പ്രിയംപ്റ്റഡും. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ടാസ്കുകൾ തന്നെയാണ്. അതായത് റെഡിയായി നിൽക്കുകയാണ് എപ്പോഴാണ് നമ്മളുടെ പ്രൊസസ്സർ ചാൻസ് കൊടുക്കുന്നത്, അപ്പോൾ അത് പെർഫോം ചെയ്യും. അങ്ങനെയാണ് റെഡി ടു റൺ ഇൻ മെമ്മറിയും പ്രിയംപ്റ്റഡും നിൽക്കുന്നത്. എ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ടു എംഫസൈസ് ദ വേ ഇൻ വിച്ച് ദ പ്രിയംപ്റ്റഡ് സ്റ്റേറ്റ് ഈസ് എൻറ്റഡ്. എങ്ങനെയാണ് ആ പ്രിയംപ്റ്റഡ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഡിസ്റ്റിങ്ഷൻ വരുന്നത്. വെൻ ദ പ്രോസസ് ഈസ് റണ്ണിങ് ഇൻ കേർണൽ മോഡ് ആസ് എ റിസൾട്ട് ഓഫ് സൂപ്പർവൈസർ കോൾ, ക്ലോക്ക് ഇൻറ്ററപ്റ്റ് ഓർ ഐ ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഒരു പ്രോസസ്സ് കേർണൽ മോഡിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ വിൽ കം എ ടൈം വെൻ ദ കേർണൽ ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് വർക്ക് ആൻഡ് റെഡി ടു റിട്ടേൺ കൺട്രോൾ ടു ദ യൂസർ പ്രോഗ്രാം. അപ്പോൾ അതിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോസസ്സ് കേർണൽ മോഡിൽ ഇങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേർണലിന് വേറൊരു ടാസ്ക് വരികയോ അല്ലെങ്കിൽ അതിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ കറൻ്റായിട്ട് കിടക്കുന്ന പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്തിട്ട് വെക്കും. പ്രിയംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് തടഞ്ഞു വെക്കുക എന്നാണ് പ്രിയംപ്ഷൻ എന്നുകൊണ്ട് മീൻ ചെയ്തത്. അറ്റ് ദിസ് പോയിന്റ് കേർണൽ മേ ഡിസൈഡ് ടു പ്രിയംപ്റ്റ് ദ കറൻറ്റ് പ്രോസസ് ഇൻ ഫേവർ ഓഫ് വൺ ദാറ്റ് ഇസ് റെഡി ആൻഡ് ഹയർ പ്രയോറിറ്റി. അപ്പോൾ എന്ത് ചെയ്യും? കറൻ്റായിട്ടുള്ള പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഹൈ പ്രയോറിറ്റിയുള്ള ഏതൊരു പ്രോസസ്സ് റെഡിയായി നിൽക്കുകയാണ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇയാളെ പ്രിയംപ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കറണ്ട് പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഹൈ പ്രയോറിറ്റിയുള്ള ആൾ ആ ടാസ്കിനെ പെർഫോം ചെയ്യിക്കും. ഹവർ ഫോർ പർപ്പസ് ഓഫ് ഡിസ്പാച്ചിങ് ദോസ് പ്രോസസ് ഇൻ ദ പ്രിയംപ്റ്റഡ് സ്റ്റേറ്റ് ആൻഡ് ദോസ് ഇൻ ദ റെഡി ടു റൺ മെമ്മറി ഫോം ഓൺ ക്യൂ. അപ്പോൾ ഈ പ്രിയംപ്റ്റ് ചെയ്ത പ്രോസസ്സും അതേപോലെ തന്നെ റെഡി ടു റൺ ആയ പ്രോസസ്സൊക്കെ ക്യൂ ആയിട്ട് തന്നെയാണ് 1 by 1 ആയിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലറാണ്. രണ്ടുപേരും പ്രോസസ്സറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരാൾ റെഡി ആയിട്ട് മെമ്മറിയിൽ കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് റെഡി ഇൻ മെമ്മറി ആവാം. പക്ഷേ പ്രിയംഷൻ്റെ കേസ് വരുമ്പോൾ പ്രോസസ്സിങ് നമ്മുടെ കേർണൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതെന്ത് ചില കാരണങ്ങൾ കൊണ്ട് ഒന്നുകിൽ കേർണലിൻ്റെ വർക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് വരികയോ അങ്ങനെ ഇൻറ്ററപ്ഷനൊക്കെ വരികയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കുറച്ച് സമയത്തേക്ക് കറൻറ്റ് പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് പ്രിയംഷനും അതേപോലെ ഈ റെഡി ടു റണ്ണും തമ്മിലുള്ള ആ ഒരു ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ റെഡി ടു റണ്ണ് 2 അതായത് റെഡി ടു റണ്ണും പ്രിയംഷനും അതേപോലെ തന്നെ സ്ലീപ്പിംഗ് സ്റ്റേറ്റ്സ് 2 നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റുകളൊക്കെ എക്സ്ട്രാ, അതേപോലെ റെഡി സ്റ്റേറ്റ്സും റണ്ണിങ് സ്റ്റേറ്റ്സ് 2 അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റ്സിൻ്റെ എണ്ണം കൂടിയത്. മറ്റേടത്ത് 5 ഉള്ളിടത്ത് ഇവിടെ 9 ആയത്. അങ്ങനെ കുറേ സ്റ്റേറ്റുകൾ 2 വരുന്നതുകൊണ്ടാണ്. നമുക്ക് നോക്കാം യുണിക്സിൻ്റെ പ്രോസസ് സ്റ്റേറ്റ്സുകൾ. ഇത് ഇവിടെ നമ്മൾ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്.
ഒന്നെന്താണ് യൂസർ റണ്ണിങ് ആണ്, എക്സിക്യൂട്ടിങ് ഇൻ യൂസർ മോഡ്. യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസർ റണ്ണിങ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കേണൽ റണ്ണിങ് ഉണ്ട്, അത് പറഞ്ഞാൽ കേണൽ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേണൽ റണ്ണിങ് ഉള്ളത്. പിന്നെ റെഡി ടു റൺ ഇൻ മെമ്മറി ഉണ്ട്. റെഡി ടു റൺ ആസ് സൂൺ ആസ് ദ കേണൽ ഷെഡ്യൂൾ ഇട്ട്, അത് റെഡി ആയി ഇങ്ങനെ നിൽക്കുകയാണ് റൺ ചെയ്യാൻ. എപ്പോഴാണോ നമ്മളുടെ കേണൽ അതിന് ഷെഡ്യൂൾ കൊടുക്കുന്നത് അപ്പോൾ റൺ ചെയ്യും. പിന്നെ സ്ലീപ്പ് ഇൻ മെമ്മറി, എനേബിൾ ടു എക്സിക്യൂട്ട് അണ്ടിൽ ആൻ എവൻറ്റ് ഒക്കേഴ്സ് പ്രോസസ് ഇൻ മെയിൻ മെമ്മറി ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്. അതായത് ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് പോലെയാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ. എന്തോ ഒരു എവൻറ്റ് പെർട്ടിക്കുലർ എവൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ അതിന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. റെഡി ടു റൺ സ്വാപ്ഡ്, പ്രോസസ് റെഡി ടു റൺ ബട്ട് ദ സ്വാപ്പർ മസ്റ്റ് സ്വാപ്പ് ദ പ്രോസസ് ഇൻ ടു മെയിൻ മെമ്മറി ബിഫോർ കേണൽ ക്യാൻ ഷെഡ്യൂൾ ഇറ്റ് ടു എക്സിക്യൂട്ട്. ഇത് പറഞ്ഞാൽ സ്വാപ്പ് ഔട്ടും സ്വാപ്പ് ഇന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ഓൾറെഡി സ്വാപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. സോ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രോസസ്സർ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ സ്വാപ്പിൻ ചെയ്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് സ്വാപ്പിൻ ചെയ്താൽ മാത്രമേ കേണൽ അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്വാപ്പിങ്ങിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണത്. പിന്നെ സ്ലീപ്പിംഗ് സ്വാപ്പ്ഡ്, ദ പ്രോസസ് വെയിറ്റിംഗ് ആൻ ഇവൻ ഹാസ് ബീൻ സ്വാപ്പ്ഡ് ടു സെക്കൻഡറി സ്റ്റോറേജ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്. ഇതും ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. അതായത് സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സ്വാപ്പ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യമാണത്. ഓക്കെ, പ്രോസസ്സാണത്. നെക്സ്റ്റ് പ്രിയംപ്റ്റഡ്, എ പ്രോസസ് റിട്ടേണിംഗ് ഫ്രം കേണൽ ടു യൂസർ മോഡ് ബട്ട് ദ കേണൽ പ്രിയംപ്റ്റ് ഇറ്റ് ആൻഡ് ഡസ് പ്രോസസ് സ്വിച്ച് ടു ഷെഡ്യൂൾ അനദർ പ്രോസസ്. അപ്പോൾ ഒരു പ്രോസസ്സ് എന്ത് ചെയ്താണ് കേണലിൽ നിന്ന് യൂസർ മോഡിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ കേണൽ എന്ത് ചെയ്യും, അതിനെ പ്രിയംപ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. അതിനെയാണ് പ്രിയംപ്റ്റഡ് എന്ന് പറയുക, അതായത് തടയപ്പെടുക, അതായത് ഒരു പ്രോസസ്സ് തടഞ്ഞു വെക്കുക. നെക്സ്റ്റ് ക്രിയേറ്റഡ് ആണ്, പ്രോസസ് ന്യൂലി ക്രിയേറ്റഡ് ആൻഡ് നോട്ട് യെറ്റ് റെഡി ടു റൺ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രോസസ്സ് ന്യൂലി ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്നുകൊണ്ടാണ് ആ സ്റ്റേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ സോംബി, പ്രോസസ് നോ ലോങ്ങർ എക്സിസ്റ്റ് ബട്ട് ഇറ്റ് ലീവ്സ് എ റെക്കോർഡ് ഫോർ ഇറ്റ്സ് പാരൻറ്റ് പ്രോസസ് ടു കളക്ട്. ആ പ്രോസസ്സ് ഇപ്പോൾ എക്സിസ്റ്റ് അല്ല, എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പാരൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറച്ച് റെക്കോർഡ്സ് കളക്ട് ചെയ്തിട്ടുണ്ടാവും, ലീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സോംബി ആണ് അതിൻ്റെ ടെർമിനേഷൻ അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള പ്രോസസ്സുകളാണ് ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ 9 സ്റ്റേറ്റുകളാണ് നമ്മളുടെ യൂണിക്സ് പ്രോസസ് സ്റ്റേറ്റ്സ് ആയിട്ട് ഉള്ളത്. ഇനി അതിൻ്റെ ഫിഗർ നോക്കാം. യൂണിക്സ് പ്രോസസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. ഇതിനകത്ത് നമുക്ക് കാണാം ഫസ്റ്റ് എന്താ ഉള്ളത്, ക്രിയേറ്റഡ് ഉണ്ട്. പിന്നെ ക്രിയേറ്റഡ് ആണെങ്കിൽ മെമ്മറി ഉണ്ടെങ്കിൽ, അതായത് ആ ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സിന് മെമ്മറി ഉണ്ടെങ്കിൽ, ഇനഫ് മെമ്മറി ഉണ്ടെങ്കിൽ റെഡി ടു റൺ ഇൻ മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ കഴിയും. അതല്ല ഇനഫ് മെമ്മറി ഇല്ല എങ്കിൽ റെഡി ടു റൺ സ്വാപ്പായിട്ട് അവിടെ കിടക്കും. എപ്പോഴാണോ മെമ്മറിയിൽ സ്പേസ് ഉണ്ടാകുന്നത് അപ്പോൾ സ്വാപ്പിൻ ചെയ്യും, അപ്പോൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ കഴിയും. ചാൻസ് ഇല്ലെങ്കിൽ സ്വാപ്പ് ഔട്ടും ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴാണോ നമ്മളുടെ കേണൽ ഒരു ചാൻസ് ഷെഡ്യൂൾ ചെയ്തിട്ട് ചാൻസ് കൊടുക്കുന്നത് അപ്പോൾ കേണൽ റണ്ണിങ്ങിലേക്ക് എത്തും. അതേപോലെ തന്നെ കേണൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹൈ പ്രയോറിറ്റിയുള്ള ആരെങ്കിലും വന്നാൽ പ്രിയംപ്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ എത്തും. ഓക്കെ, അങ്ങനെ പല രീതിയിൽ പല ടൈമിലും പല രീതിയിലാണ് ടാസ്ക് ഉണ്ടാവും. 9 സ്റ്റേറ്റും ഒപ്പം വർക്ക് ചെയ്യണമെന്നില്ല, ഓരോ ടൈമിലും ഓരോ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂസർക്ക് പാസ് ചെയ്യേണ്ടതാണെങ്കിൽ യൂസർ റണ്ണിങ്ങിലേക്ക് എത്തും. അതല്ല തിരിച്ച് സിസ്റ്റം കോൾ ഇൻറ്ററപ്റ്റ് വന്നാൽ തിരിച്ചിങ്ങോട്ട് തന്നെ എത്തും. അതേപോലെ ഇൻറ്ററപ്റ്റ് വന്നാൽ പിന്നെയും റിട്ടേൺ അടിക്കും. പിന്നെ എക്സിറ്റ് ആണ് ഈ സോംബി എന്ന് പറഞ്ഞത്. അതിൻ്റെ മുന്നേ സ്ലീപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഇവൻ്റ് എന്തെങ്കിലും ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പിലേക്ക് പോകും, പിന്നെയും വേക്കപ്പ് ചെയ്ത് ഇവിടെത്തും, പിന്നെയും കേണൽ റണ്ണിങ്ങിലെത്തും, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ തന്നെ ഈ സ്ലീപ്പിംഗ് മെമ്മറിയിൽ സ്പേസ് ഇല്ലെങ്കിൽ സ്വാപ്പ് ഔട്ട് ചെയ്താൽ ഇവിടെ എത്തും, സ്വാപ്പ് എത്തും, പിന്നെയും ഇവിടെ എത്തും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സൈക്ലിക്കായിട്ടൊക്കെ പ്രോസസ്സിങ് നടക്കും. വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാപ്പിങ് ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോഴാണ് പിന്നെ മെമ്മറിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടെ ചാൻസ് കിട്ടുള്ളൂ. അവിടെ ചാൻസ് ഉണ്ടെങ്കിൽ പിന്നെ കേണൽ എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ കഴിയും. യൂസർക്ക് പാസ് ചെയ്യണമെങ്കിൽ പാസ് ചെയ്യും. അതെല്ലാം ഇതൊന്നും ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആണെങ്കിൽ സോംബി ആവും, എക്സിറ്റ് അടിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോസസ്സ് സ്റ്റേറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രോസസ്സ് ഡിസ്ക്രിപ്ഷനാണ് പറയാനുള്ളത്. പ്രോസസ്സ് സ്റ്റേറ്റ്സ് നമ്മൾ മുന്നേ പഠിച്ചില്ലായിരുന്നു, നമ്മൾ ഇൻട്രഡക്ഷൻ പാർട്ടിൽ പഠിച്ച അതേപോലെയൊക്കെ തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്സ് അധികം ഉണ്ടെന്നേ ഉള്ളൂ. ചില ഇത് റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. ടേംസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടേംസൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നതുകൊണ്ടാണ് 9 സ്റ്റേറ്റ്സുള്ള. അപ്പോൾ 9 സ്റ്റേറ്റ്സ് പഠിച്ച് വെക്കുക, എക്സാമിന് ചോദിക്കുകയാണെങ്കിലൊക്കെ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോസസ്സ് ഡിസ്ക്രിപ്ഷൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.